ജീവിത സമരത്തെ നേരിടാൻ പോകുന്ന ഒരാള് യേശുനാമമില്ലാതെ പോകുന്നത്. നിന്റെ അധരത്തിൽ യേശുനാമമില്ല, നിന്റെ ഹൃദയത്തിൽ യേശുനാമമില്ല, നിന്റെ ചിന്തയിൽ, നിന്റെ മനസ്സിൽ യേശുനാമമില്ലാതെ നീ പോവുകയാണ് ജീവിത സമരത്തെ നേരിടാൻ. എന്നിട്ട് നീ പറയുകയാണ് തോറ്റുപോയി. പേനയില്ലാതെ പോയ കൊച്ച് പരീക്ഷക്ക് തോറ്റ ജയിച്ച അതുപോലെ. അപ്പോ നമുക്ക് പരീക്ഷ എഴുതാൻ ആവശ്യമായിട്ടുള്ള എല്ലാം വേണ്ടേ? പേപ്പർ വേണം, പേന വേണം, എല്ലാം. ജീവിത സമരത്തെ നേരിടാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് യേശുനാമം വേണം. ഈശോ പറയാണ്, എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുക. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായി ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമുണ്ട്, ഈശോയെ 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 എന്ന് വിളിച്ച എല്ലാം ശരിയാവും വച്ചാ? അപ്പോൾ തിരുസഭ നമ്മെ പഠിപ്പിക്കും, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നാൽ, ശ്രദ്ധിക്കണേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നാൽ യേശു എന്ന വ്യക്തിയുമായി ഹൃദയത്തിൽ ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുക എന്നാണ് അർത്ഥം. ജീവിത സമരത്തില് നിന്റെ ആയുധം എന്ന് പറയുന്നത് എന്താണ്? ഈശോയുമായി ഹൃദയത്തിൽ ഐക്യപ്പെട്ട് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് പോകുക എന്നതാണ്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ ഈശോയേ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് നമ്പർ 435 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, The name of Jesus is at the heart of Christian prayer. യേശുനാമം ക്രൈസ്തവ പ്രാർത്ഥനയുടെ ഹൃദയമാണ്. തിരുസഭ പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ വിചാരിക്കരുത് അച്ഛൻ ഇതെന്താണ് പുതിയ എന്തോ ഒരു ടീച്ചിങ് ആയിട്ട് ഈശോയെ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളോട് ഇത് ഇന്നവരെ കേട്ടിട്ടില്ല, ഞങ്ങൾ ഇന്നവരെ ഇങ്ങനെയൊന്നും ഈശോയെ എന്ന് വിളിച്ചിട്ടില്ല. ഇതെന്തോ ഒരു പുതിയ സംഗതിയാണെന്ന് വിചാരിക്കണ്ട. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 435 പറയുകയാണ്, യേശുനാമം ക്രൈസ്തവ പ്രാർത്ഥനയുടെ ഹൃദയമാണെന്ന്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 2668 പറയുകയാണ്, നിരന്തരമായി പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് യേശുനാമം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, നിരന്തരമായി പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് യേശുനാമം. ഹല്ലേലൂയ.